മണ്ഡലത്തിലെ പുത്തൻകടയിലാണ് ലൗഡ് സ്പീക്കർ വണ്ടി എത്തിയിരിക്കുന്നത്. ജനങ്ങൾക്ക് തങ്ങളുടെ സ്വന്തം അഭിപ്രായം എന്തെന്ന് ഞങ്ങളിലൂടെ പ്രേക്ഷകരെയും അതുപോലെ തന്നെ മണ്ഡലത്തിലുള്ളവരെയും അറിയിക്കാം. നിങ്ങൾക്കിടയിലേക്ക് ലൗഡ് സ്പീക്കറിന്റെ മൈക്ക് എത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഈ മൈക്ക് വഴി തന്നെ പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് നിങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരു ഘടകം? എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാറായിട്ടില്ല. 15-ാം തീയതി കഴിഞ്ഞിട്ട് പറയാം. ചേച്ചി, നമുക്ക് ഓ രാജഗോപാൽ വിജയിക്കണം. ഇവിടെ ഈ ഇത്രയും കാലം ഇടതും വലതും ജയിച്ചുകൊണ്ടിരുന്നു. ഇനി ഓ രാജഗോപാൽ ജയിക്കണം. ഞങ്ങൾക്ക് രാജഗോപാൽ ജയിക്കണമെന്ന് തന്നെയാണ്. നിങ്ങൾക്കോ? നമുക്ക് സെൽവരാജ് ജയിച്ചാലും മതി, രാജഗോപാൽ ജയിക്കണം. ഓ രാജഗോപാൽ വിജയിച്ചേ പറ്റൂ. ഇവിടെ തിരഞ്ഞെടുപ്പുകൾ ഇതിന് മുമ്പും വന്നിട്ടുണ്ട്, പിന്നും വന്നിട്ടുണ്ട്. ഇപ്പോൾ മുൻപ് ജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷത്തേക്ക് വന്ന് മത്സരിക്കുന്ന. രണ്ട് പാർട്ടികളും സെൽവരാജ് ഒരു പാർട്ടി മാറിയെങ്കിൽ മറ്റൊരാൾ 3 പാർട്ടി മാറി വന്ന പാർട്ടിയാണ്. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ ഈ കോൺഗ്രസിന്റെ ഭരണം മോശമായതുകൊണ്ട് LDF ഇവിടെ വൻ വിജയിക്കൂ. ഇവിടെ മണ്ണെണ്ണയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാരണം മീൻ പോലും നേരെ കിട്ടുന്നില്ല. അങ്ങനെയുള്ള നിരവധി, കഴിഞ്ഞ പ്രാവശ്യം ഒരു തേയില പോലും കുടിക്കാതെ സെൽവരാജിനെ പോസ്റ്റ് ഒട്ടിച്ച് ജയിപ്പിച്ച ജനങ്ങൾ ഇന്നും ഇവിടെ ഉണ്ട്. മറ്റഭിപ്രായങ്ങൾ, ഇതല്ലാതെ മറ്റഭിപ്രായങ്ങൾ? ജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണ് ഏറ്റവും വലിയ സംരക്ഷണം. സ്വന്തം ജീവിതവും സ്വന്തം കുടുംബങ്ങളെ എല്ലാം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ CPM-ൽ നിന്ന് വിട്ടാണ് അങ്ങനെ രക്ഷ തേടി UDF-ലേക്ക് വന്നത്. അത് നമ്മളെല്ലാം വലിയ പിന്തുണയോടെ എടുത്തുകൊണ്ടാണ് വലിയ ബെമ്പൻ സ്ഥാനാർത്ഥികളെ മാറ്റിയെടുത്തുകയാണ് സെൽവരാജിനെ നിർത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കും. കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സെൽവരാജിന് ഇനി ആരോ വോട്ട് കൊടുക്കായി? ശരിയാണോ? അത് വാസ്തവം തന്നെ. അതിന്റെ കാരണത്തിൽ എന്താണെന്നറിയാം. ഇപ്പൊ രാജഗോപാലൻ തന്നെ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. 6 വർഷത്തിന് മുമ്പ് ഇവിടെ ജയിച്ചിട്ട് പോയ സെൽവരാജ് ഈ പ്രാവശ്യമാണ് ഇവിടെ വന്ന് കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം റോഡ് വഴി പോയതേ ഉള്ളൂ. ഒരു വീട്ടിലും കയറിയില്ല. നമ്മൾ പാർട്ടിക്കാരെന്നുള്ള നിലയിൽ ഞങ്ങൾ വോട്ടിട്ട് ജയിപ്പിച്ചു. ഇപ്രാവശ്യം നമ്മൾ വഞ്ചിച്ച് അപ്പുറത്ത് പോയി അതിന് പ്രതികാരമായിട്ട് ഞങ്ങൾ ഇത്തവണ തോപ്പിക്കും. ചന്ദ്രശേഖരൻ്റെ വധം അത് ജനങ്ങളുടെ ഇടയിൽ, നല്ലൊരു വിഭാഗം ജനങ്ങളുടെ ഇടയിലും വോട്ടിടണമെന്നുള്ളതിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം കൂടെ നിൽക്കുന്ന പാർട്ടിക്കാരനെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാരണം കൊണ്ട് 51 61 വെട്ടുവെട്ടി കൊല്ലുന്നതൊന്നും ശരിയല്ല. ഇവിടുത്തെ അക്രമ രാഷ്ട്രീയവും CPM-ന്റെ ധാർഷ്ട്യവും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ജനങ്ങൾ ബാലറ്റ് പേപ്പറിലൂടെ മറുപടി നൽകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പുത്തൻകട പ്രചാരണ ചൂടിൽ മുഴുകിക്കഴിഞ്ഞിരിക്കുകയാണ്. 3 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും സംസാരിക്കാൻ തയ്യാറായി ഒട്ടേറെ വോട്ടർമാർ ഇതിനകം ഞങ്ങളുടെ മൈക്കിന് മുന്നിൽ എത്തുകയുണ്ടായി. പുത്തൻകടയിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ലൗഡ് സ്പീക്കർ നീങ്ങുകയാണ്. കൂടുതൽ വോട്ടർമാരുടെ പ്രതികരണങ്ങളുമായി വീണ്ടും കാണാം.